ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായമാണ് നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. 5-ാം അധ്യായത്തിൽ നമുക്കറിയാം, അഹ്റോനും മോശയും കൂടി ചെന്ന് ഇസ്രായേൽ ജനത്തെ ആരാധിക്കുന്നതിന് വേണ്ടി വിടണമെന്ന് ഫറവോനോട് ആവശ്യപ്പെടുകയും 3 ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ വെച്ച് ദൈവത്തെ ആരാധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ മടിയന്മാരായതുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ജനത്തിൻ്റെ മേൽ കൂടുതൽ കഠിനമായ പീഡനം നൽകുകയും അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. ഈ കാര്യം മോശ അറിഞ്ഞപ്പോൾ മോശയ്ക്ക് വളരെയേറെ ദുഃഖമുണ്ടാവുകയും മാത്രമല്ല, ഇസ്രായേലിലെ എബ്രായരിലെ മേലാളന്മാരായിരുന്ന ആളുകൾ പോലും മോശയോടും അഹ്റോനോട് നീരസപ്പെടുകയും മോശ ദൈവസന്നിധിയിൽ ഏറെ ദുഃഖിക്കുകയും ചെയ്യുന്നു. 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, യഹോവയായ ദൈവം മോശയോട് പറയുന്നു, ഫറവോൻ ഭുജബലത്താൽ ജനത്തെ വിടും, അതിനുള്ള ക്രമീകരണം ഉണ്ടാവും. എന്നിട്ട് യഹോവയായ ദൈവം മോശയോട് പറയുന്നു, അബ്രാഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഞാൻ ചെയ്ത വാഗ്ദത്തം ഞാൻ പാലിക്കും. അവരോട് ഞാൻ സംസാരിച്ചിരുന്നു, പക്ഷേ കർത്താവെന്ന എന്നെ പൂർണ്ണമായി വെളിപ്പെടുത്തിക്കൊണ്ടല്ല അവരോട് ഞാൻ സംസാരിച്ചത്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, അബ്രാഹാമിൻ്റെ ഭവനത്തിൽ 3 പുരുഷന്മാർ വന്നതും അവരെ വെറും സാധാരണ മനുഷ്യരെ പോലെയാണ് അവിടെ ഇത് കയറി ചെന്നതും അപ്രകാരം സംസാരിച്ചതും. യാക്കോബ് പെനീലിൽ വെച്ച് ദൈവത്തോട് മല്ലടിച്ചത് ദൈവപുരുഷനോട് മല്ലടിച്ചു എന്ന രീതിയിലാണ്. അപ്പോൾ കർത്താവെന്ന രീതിയിൽ ദൈവം അവർക്ക് പൂർണ്ണമായി ഈ പൂർവ്വപിതാക്കന്മാർക്ക് ആ സമയത്ത് വെളിപ്പെടുത്തി കൊടുത്തില്ല. എന്നാൽ ഇന്ന് മോശയോട് ദൈവം പൂർണ്ണമായി ദൈവമെന്ന രീതിയിൽ തന്നെയാണ് അവനോട് സംസാരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ജനത്തിൻ്റെ വേദനകളെ ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ ചെയ്ത ഉടമ്പടി ഞാൻ പാലിക്കും. നമ്മൾ നേരത്തെ കണ്ടു, അബ്രാഹാമിനോട് പറഞ്ഞു, നീ യാഗമർപ്പിക്കണം മൃഗത്തെ. അബ്രാഹാം പുലർന്നു വെച്ച് സന്ധ്യ വരെ അതിനുവേണ്ടി കാത്തിരിക്കുകയും സന്ധ്യാസമയത്ത് യഹോവയായ ദൈവം അബ്രാഹാമിനോട് അരുളി ചെയ്യുകയും ചെയ്തു, നിന്റെ ജനം 400 വർഷത്തോളം മിസ്രയീമിൽ അടിമത്തം വഹിക്കും. അതിനുശേഷം അവർ മടങ്ങി വരുമ്പോൾ ഈ വാഗ്ദത്ത ദേശം ഞാൻ അവർക്ക് നൽകും. ആ ഉടമ്പടി ഞാൻ പാലിക്കും, ഞാനത് നടത്തിയിരിക്കുമെന്ന് യഹോവയായ ദൈവം മോശയോട് ഇവിടെ പറയുകയാണ്. ഈജിപ്തിൽ നിങ്ങൾ അനുഭവിച്ച എല്ലാ വേദനകൾക്കും പരിഹാരമായി ഞാൻ വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ അയക്കുമെന്നുള്ളതാണ്. എന്നാൽ മോശ ഈ കാര്യം ചെന്ന് ഇസ്രായേൽ മക്കളോട് എന്ന് പറഞ്ഞ്, യഹോവയായ ദൈവം തന്നോട് ഇങ്ങനെ അരുളി ചെയ്തുവെന്ന്. പക്ഷേ അവരുടെ മനസ്സേറെ വ്രണപ്പെട്ടിരിക്കുകയാണ്. കാരണം കഠിന വേല മുഖാന്തരം അവർ ഏറെ ദുഃഖിതരായിരുന്നു. മോശയും അഹ്റോനും ഫറവോ രാജാവിനോട് ആരാധനയ്ക്ക് വിടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ ഇപ്പോൾ കഠിനമായി വേദനിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് മോശയുടെ വാക്കുകളെ കേൾക്കുവാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ മോശ ദൈവത്തോട് ഇവിടെ പരിഭവിക്കുന്നുണ്ട്, ദൈവമേ, എൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനം എൻ്റെ വാക്കുകളെ കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ ഫറവോൻ എൻ്റെ വാക്കുകളെ കേൾക്കുമോ? മാത്രമല്ല, ഞാൻ തടിച്ച നാവുള്ളവന് ഞാൻ വിക്കനുമാണ്. അങ്ങനെ ഞാൻ രാജാവിനോട് ഇനി എങ്ങനെ ചെന്ന് സംസാരിക്കും? ദൈവം അത്ഭുതങ്ങളെയൊക്കെ പ്രവർത്തിപ്പിച്ച് അടയാളങ്ങൾ കാണിച്ച് ധൈര്യപ്പെടുത്തിയതാണെങ്കിലും മോശ വീണ്ടും ഒരു നിരാശയിലേക്ക്, ദുഃഖത്തിലേക്ക് പോവുകയാണ്. ഞാനും നിങ്ങളും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാണെങ്കിലും പലപ്പോഴും ഇതുപോലെയുള്ള പ്രശ്നം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട്. നിരാശയും ദുഃഖവും നമ്മളെയും ബാധിക്കാറുണ്ട്. എന്നാൽ ദൈവം അതിൽ നിന്ന് നമ്മളെ അത്ഭുതകരമായി വിടുവിക്കുമെന്ന്
ഈ മോശയുടെ ജീവിതത്തിലൂടെ, സംഭവങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ മോശയുടെയും അഹ്റോൻ്റെയും ആ പാരമ്പര്യം, ഒരു വംശാവലിയെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഇവിടെ മോശയുടെ അമ്മയുടെ പേര് പറയുന്നുണ്ട്, യോഖേബെദ് എന്നാണ് ആ അമ്മയുടെ പേര്. അവരിൽ നിന്നാണ് മോശയും അഹ്റോനുമൊക്കെ ജനിക്കാൻ കാരണമായിട്ട് ഇത് തീർന്നിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ അവസാന ഭാഗം വരുമ്പോൾ യഹോവയായ ദൈവം മോശയോട് പറയുന്നു, ഞാൻ കർത്താവാണ്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം ഈജിപ്തിലെ രാജാവായ ഫറവോയോട് നീ ചെന്ന് പറയുക. മോശ കർത്താവിനോട് പറഞ്ഞു, സംസാരിക്കാൻ കഴിവില്ലാത്തവനാണ് ഞാൻ, ഫറവോ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുമോ? പക്ഷേ യഹോവയായ ദൈവം പറയുന്നത് കേട്ട് മോശ വീണ്ടും ഫറവോ രാജാവിൻ്റെ മുന്നിലേക്ക് പോകുന്നതാണ് അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. മോശ നേരിട്ട അതേ പ്രശ്നം നമ്മളും ദൈവവിളിക്ക് വിധേയമായി ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇതുപോലെയുള്ള പ്രതികൂല സാഹചര്യങ്ങളെ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ ദൈവം അവിടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണെന്നുള്ള, ബലഹീനനിലൂടെ വലിയ ശക്തി പ്രവർത്തിക്കുന്നവനാണ് ദൈവമെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ആ ദൈവത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ ഈ വേദഭാഗങ്ങൾ നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും ഇന്ന് ഈ 6-ാം അധ്യായം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.